ഹായ് ഫ്രണ്ട്സ്, ഫെസ്റ്റീവ് ഫൺ എന്നുള്ള പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഇനി അടുത്തത് ഒരു പാരഗ്രാഫിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തന്നെ കണ്ടിന്യൂഷനായി വരുന്ന അടുത്ത ഒരു പാരഗ്രാഫാണ് ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷം അല്ലെങ്കിൽ സെലിബ്രേഷൻ. Let us read the paragraph. Now let's have the feast. The princess invited. Everyone started enjoying the food. So yummy, so delicious. A starfish licked his plate. I love the chocolate. A shark gulped a big piece. The juice is so refreshing. A jellyfish sipped to the last drop. Suddenly, a dolphin whistled loudly. What's happening? Asked the shark. So this is the paragraph. അപ്പോൾ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. ഒത്തിരി ഡയലോഗ്സ് വരുന്നുണ്ട്. നമുക്ക് കുട്ടികളെ കൊണ്ട് ഇത് ക്ലാസ്സിലൊരു ആക്ടിവിറ്റി ആയിട്ട് വേണമെങ്കിൽ ചെയ്യിക്കാം. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡയലോഗുകൾ അവരുടെ ഡെയിലി ലൈഫിലും നമുക്കത് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി വൊക്കാബുലറി ഇതിനകത്തുണ്ട്. അപ്പോൾ മെയിൻലി ഈ ഒരു പാരഗ്രാഫ് നല്ലപോലെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ആരാണത് പറഞ്ഞത്? പ്രിൻസസ് ഇൻവൈറ്റഡ്. അപ്പോൾ പ്രിൻസസ് ജൂലിയ അവരെ ക്ഷണിക്കുകയാണ്. ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണിക്കുക. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. നമുക്ക് ഇപ്പോൾ, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, നമുക്ക് ഹാവ് ദ ഫീസ്റ്റ്. ഇനി ആഘോഷത്തിലേക്ക് കടക്കാം, മെയിനായിട്ടുള്ള ആഘോഷത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം ഏത് ആഘോഷമാണെങ്കിലും വെദർ ഇറ്റ് ഈസ് എ ബർത്ത്ഡേ ഓർ എ വെഡിങ് ഡേ, ദ ഫുഡ് വിൽ ബി ദ മെയിൻ പാർട്ട് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഫുഡായിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പ്രിൻസസ് ജൂലിയ അവരെ ഇൻവൈറ്റ് ചെയ്യണം. എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എവ്രി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. എന്താണ് ആരംഭിച്ചത്? എൻജോയിങ് ദ ഫുഡ്, ഭക്ഷണം ആസ്വദിക്കുക. എൻജോയ് എന്ന് പറയുന്ന വാക്ക് അതും കുട്ടികളെ പഠിപ്പിക്കുക. എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. അപ്പോൾ എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ സാധാരണ നല്ല ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, എത്ര നല്ല ഫുഡാണ്, അങ്ങനെ നമ്മൾ പറയും അല്ലേ. അതുപോലെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് സോ യമ്മി. യമ്മി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, എത്ര രസകരമായിട്ടുള്ള ഫുഡാണ്, എത്ര രുചികരമായിട്ടുള്ള ഫുഡാണ്, അങ്ങനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് സോ യമ്മി. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയിപ്പിക്കാം അല്ലേ. യമ്മി യമ്മി എന്നൊക്കെ പറയിപ്പിക്കുമ്പോൾ അവർ ആ ഒരു വൊക്കാബുലറി പഠിക്കും. അപ്പോൾ സോ യമ്മി. ദെൻ സോ ഡെലീഷ്യസ്. അവിടെയും ഡെലീഷ്യസ് എന്ന് പറഞ്ഞാലും അത് ആ ഒരു സെയിം മീനിങ് തന്നെയാണ്. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര രുചികരമാണ്, എത്ര രസകരമാണ്, എത്ര രുചികരമാണ്. എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. ഇവിടെ ഒരു പുതിയൊരു വേർഡ് നമ്മൾ പഠിപ്പിക്കുകയാണ് പിള്ളേരെ. ലിക്ക് എന്ന് പറയുന്ന വാക്ക്. ലിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ നമ്മൾ വീട്ടിൽ, ചെറിയ പിള്ളേരൊന്നുമില്ല, ആരാണെങ്കിലും നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പ്ലേറ്റ് നക്കും അല്ലേ. നാക്കുകൊണ്ട് നമ്മൾ നക്കും. അപ്പോൾ ഇതിനെയാണ് ലിക്ക് എന്ന് പറയുന്നത്. സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. സ്റ്റാർ ഫിഷ് എന്താ ചെയ്തത്? അവൻ്റെ പ്ലേറ്റ്, അവൻ കഴിച്ച പ്ലേറ്റ് നക്കി തുടച്ചു. ഇനി അടുത്തതൊരു ഡയലോഗാണ് അല്ലേ. ഇൻവേർട്ടഡ് കോമയിലേക്ക് വന്നിരുന്നുണ്ടോ. അപ്പോൾ ഐ ലവ് ദ ചോക്ലേറ്റ്. അതാരാ പറഞ്ഞത്? എ ഷാർക്ക്. കണ്ടോ, അവിടെ വന്ന വേറൊരു മീനാണ് ഷാർക്ക്. ഷാർക്ക് എന്താ പറഞ്ഞത്? ഐ ലവ് ദ ചോക്ലേറ്റ്. ചോക്ലേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഐ ലവ്, അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. ഗൾപ്ഡ് എ പീസ്, എ ബിഗ് പീസ്. ഷാർക്ക് എന്ത് ചെയ്തു? ഒരു വലിയ പീസ് ചോക്ലേറ്റ് എടുത്തിട്ട് അത് ഗൾപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയൊരു വേർഡാണ്. ഒരു ഫെമിലിയർ ആക്കേണ്ട കുട്ടികൾ ഈ 3rd സ്റ്റാൻഡേർഡിൽ ഫെമിലിയറൈസ് ചെയ്യേണ്ട ഒരു വേർഡ് തന്നെയാണ്. ഗൾപ്ഡ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. നമ്മൾ ഒറ്റയടിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെങ്കിൽ ചവയ്ക്കാതെ നമ്മൾ ചിലപ്പോൾ അത് വിഴുങ്ങും അല്ലേ. അപ്പോൾ അതിനെ ആ ഒരു എക്സ്പ്രഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ഗൾപ്പ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, ഒറ്റയടിക്ക് വിഴുങ്ങുക. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ഒരു വലിയ പീസ് ചോക്ലേറ്റ് എടുത്ത് വിഴുങ്ങിയിട്ട് ഷാർക്ക് പറയുകയാണ് ഐ ലവ് ദ ചോക്ലേറ്റ്. എനിക്ക് മിഠായി അല്ലെങ്കിൽ ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വലിയ പീസ് എടുത്ത് വിഴുങ്ങി. അടുത്തൊരു സെൻറ്റൻസ് നോക്കിയേ. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. A jellyfish sipped to the last drop.
അപ്പോൾ ഒരു ജെല്ലി ഫിഷ് ഉണ്ടല്ലോ, ജെല്ലി ഫിഷ് പറയുകയാണ് ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. ആ ജ്യൂസ് എന്ന് പറയുന്ന വേർഡ് പിള്ളേർക്ക് എന്തായാലും ഫെമിലിയർ ആയിരിക്കും. ഈ സോ റിഫ്രഷിങ്, വളരെ ഉന്മേഷം നൽകുന്നതാണ്. റിഫ്രഷിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉന്മേഷം നൽകുന്ന ഭക്ഷണ പദാർത്ഥത്തെയാണ് റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജ്യൂസ് എന്ന് പറയുന്നത് എത്ര ഉന്മേഷം തരുന്നതാണ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? ജെല്ലി ഫിഷാണ്. എ ജെല്ലി ഫിഷ് സിപ്റ്റ്. കണ്ടോ, അടുത്തൊരു പുതിയൊരു വൊക്കാബുലറിയാണ് സിപ്റ്റ് എന്നുള്ള വാക്ക്. സിപ്റ്റ് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നുള്ളൊരർത്ഥമാണ്. ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്, വലിച്ചു കുടിക്കുക എന്നുള്ളതാണ്. ടു ദ ലാസ്റ്റ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അവസാന തുള്ളി, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളി, അവസാന തുള്ളി ജ്യൂസും സിപ്പ് ചെയ്ത് വലിച്ചു കുടിച്ചിട്ട് അവൻ പറയാണ് ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. ആ ജ്യൂസ് വളരെ ഉന്മേഷം നൽകുന്നതാണ്. ഇനി എന്താ പറയുന്നത് നോക്കാം. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിൻ, ആ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ഡോൾഫിൻ എന്താ ചെയ്തത്? വിസിൽഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാക്കി, ഉറക്കെയുള്ള ശബ്ദം. ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉറക്കെ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, വീണ്ടും ഒരു വിശേഷണം വന്നേക്കാണ്, വിസിൽഡ് ലൗഡ്ലി. എങ്ങനെയാണ് വിസിൽ ചെയ്തത്? ഉറക്കെ, അല്ലെങ്കിൽ വളരെ ഉയർന്ന ശബ്ദത്തിൽ അവനൊരു വിസിൽ അടിച്ചു. വിസിൽ എന്ന് പറഞ്ഞാൽ അവനെന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൻ പെട്ടെന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കി. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതിനെയാണ് ഇവിടെ ഡോൾഫിൻ അതുപോലെ ചെയ്തു. അപ്പോൾ എന്താ, വാട്ട്സ് ഹാപ്പനിങ് ആസ് ദ ഷാർക്ക് ചോദിക്കുകയാണ് വാട്ട്സ് ഹാപ്പനിങ്. ആ ഡോൾഫിൻ വിസിലടിച്ച ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഷാർക്ക് അവനോട് ചോദിക്കുകയാണ് എന്ത് പറ്റി? വാട്ട്സ് ഹാപ്പനിങ്. വോട്ട് അപ്പോസ്ട്രഫി എസ് എന്ന് പറയുന്ന വോട്ട് ഈസിൻ്റെ ഷോർട്ട് ഫോം ആണെന്ന് നമ്മൾ പറയണം. അപ്പോൾ വാട്ട്സ് ഹാപ്പനിങ്, എന്താ സംഭവിച്ചത്, എന്താ പറ്റിയത് നിനക്ക് എന്ന് ചോദിക്കുകയാണ് ഷാർക്ക്. ഇനി അടുത്തത് എന്താണ്? വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കുട്ടികളോട് ചോദിക്കുക, വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ. അവരെന്തായാലും ഈ ഒരു സ്റ്റോറി മുഴുവൻ കേട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് കറക്റ്റ് ആൻസർ ആയിരിക്കില്ല അവർ പറയുന്നത്. എങ്കിലും നമ്മൾ ചോദിക്കുക, വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ. ഡോൾഫിൻ എന്തുകൊണ്ടായിരിക്കാം വിസിലടിച്ചത്? അപ്പോൾ വിസിലടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വിസിലടിക്കുന്നത് സന്തോഷമുള്ളപ്പോഴൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കാം. പക്ഷേ ഇവിടെ ഡോൾഫിൻ്റെ വിസിൽ എന്ന് പറയുന്നത് എപ്പോഴാണ് ഡോൾഫിൻ വിസിലടിക്കുക? എന്തെങ്കിലും അപകടം അവൻ കാണുമ്പോൾ, അവൻ്റെ കൺമുന്നിൽ എന്തെങ്കിലും ഭയപ്പെടുത്തുന്നത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡോൾഫിൻ വിസിൽ അടിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുക, വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ. എന്തുകൊണ്ടായിരിക്കാം ഡോൾഫിൻ വിസിൽ അടിച്ചത്? അപ്പോൾ കുട്ടികൾ അവരുടെ പല ആൻസേഴ്സ് പറയാം. അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അവൻ പേടിച്ച് പോയിട്ടുണ്ടാവും. ദാറ്റ് മേ ബി ദ ഡിഫറെൻറ്റ് റെസ്പോൺസസ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മളത് എന്താണ് അവരുടെ ഉത്തരങ്ങളെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെറൈറ്റി ഓഫ് റെസ്പോൺസസ് നമുക്ക് കേൾക്കാൻ പറ്റും. കുട്ടികളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും അതിൻ്റെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെർമെയ്ഡിനെ കാണാം, പലതരത്തിലുള്ള ഫിഷസൊക്കെ കാണാം, സ്റ്റാർ ഫിഷ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണി, എന്തോ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം, അതിനെയാണ് നമ്മൾ ത്രെറ്റ് എന്ന് പറയുന്നത്. Now let's read the paragraph. The men are coming again to dump more plastic waste in the sea, exclaimed the dolphin. All became angry. Many of our friends died eating plastic waste. The shark ground his teeth. We should stop them, they said together. Don't worry, friends, said the blue whale. I am the biggest animal in the world. I will drive them away. The blue whale took a swift turn and swished. The shark followed her. So this is the paragraph. A threat എന്നുള്ളത് ഒരു ഭീഷണി എന്നാണ് ഇതിൻ്റെ അർത്ഥം. The men are coming again to dump more plastic waste in the sea. The men എന്ന് പറയുന്നത് മനുഷ്യർ. മാൻ ഇവിടെ നോക്കാം, മാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്, മെൻ എന്നാണ്. മെൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ. അപ്പോൾ മനുഷ്യർ ആർ കമ്മിങ്, വന്നേക്കാണ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എഗെയിൻ, വീണ്ടും. എഗെയിൻ ടു ഡംപ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടുക എന്നുള്ള ഒരു അർത്ഥമാണ് ഡംപ്. മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കടലിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, കടലിൽ കൊണ്ടുവന്ന് തള്ളാൻ വേണ്ടിയിട്ട് കുറേ മനുഷ്യർ
വന്നുകൊണ്ടിരിക്കുന്നു. എക്സ്ക്ലെയിം ദ ഡോൾഫിൻ. അത് ആരാണ് പറഞ്ഞത്? ഡോൾഫിനാണ് എക്സ്ക്ലെയിം ചെയ്ത് പറഞ്ഞത്. എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ വളരെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ അവൻ നോക്കിയിട്ട് പറഞ്ഞു. ഓൾ ബിക്കെയിം ആംഗ്രി. ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ആംഗ്രി ആയി. എല്ലാവർക്കും ദേഷ്യം വന്നു. Many of our friends died eating plastic waste. The shark ground his teeth. ഷാർക്ക് അവൻ്റെ പല്ല് കടിച്ചിട്ട് പറഞ്ഞു. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രിൻഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? പല്ലിങ്ങനെ കടിക്കും അല്ലേ? അപ്പോൾ അതിനെയാണ് ഈ ഗ്രൗണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ വരുന്ന ഗ്രൗണ്ട് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓർക്കുക, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ടല്ലോ മലയാളത്തിലെ പോലെ തന്നെ. അതുപോലെ ഇവിടെ ഗ്രൗണ്ട് എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ പല്ല് കടിക്കില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ്. നമ്മുടെ കുറേ സുഹൃത്തുക്കൾ മരിച്ചുപോയി. ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. എങ്ങനെയാണ് മരിച്ചത്? മരണപ്പെട്ടത് എങ്ങനെയാണ്? ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കഴിച്ചത് കൊണ്ട് നമ്മളുടെ കുറേ സുഹൃത്തുക്കളൊക്കെ മരിച്ചുപോയി. വി ഷുഡ് സ്റ്റോപ്പ് ദം, ദേ സെറ്റ് ടുഗെദർ. അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മൾ ഷുഡ് സ്റ്റോപ്പ് ദം. നമ്മൾ എന്ത് ചെയ്യണം? അവരെ തടയണം. ആ മനുഷ്യരെ തടയണം. വേസ്റ്റ് കടലിലേക്ക് ഇടുന്നതിനെ തടയണം. അപ്പോൾ അടുത്ത ഡയലോഗ് നോക്കിയേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗാണ്. അത് ആരാ പറഞ്ഞത്? ബ്ലൂ വെയിൽ. സെറ്റ് ദ ബ്ലൂ വെയിൽ. ഡോണ്ട് വറി ഫ്രണ്ട്സ്, സെറ്റ് ദ ബ്ലൂ വെയിൽ. അപ്പോൾ ബ്ലൂ വെയിൽ പറഞ്ഞു, നീലത്തിമിംഗലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഡോണ്ട് വറി ഫ്രണ്ട്സ്, നിങ്ങൾ ആരും പേടിക്കേണ്ട സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു അല്ലേ? ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട സുഹൃത്തുക്കളെ. എന്താ പിന്നെ പറയുന്നത്? ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആനിമൽ അല്ലേ? ആ കടലിലെ ഏറ്റവും വലിയ ജീവി എന്താണ്? തിമിംഗലമാണ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ. ഏറ്റവും ബിഗ്ഗായിട്ടുള്ള ഏറ്റവും വലിയ ആനിമൽ ഞാനാണല്ലോ. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഡ്രൈവ് എവേ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഓടിക്കുക, പേടിപ്പിച്ച് ഓടിക്കുക. അതിനെയാണ് ഡ്രൈവ് എവേ എന്ന് പറയുന്നത്. ഐ വില്ലിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെയൊക്കെ, ആ മനുഷ്യരെയൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ഓടിക്കാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ദ ബ്ലൂ വെയിൽ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഒരു സ്വിഫ്റ്റ് ടേൺ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തിരിയുക. അതിനെയാണ് ടേൺ എന്ന് പറഞ്ഞാൽ തിരിയുക, പെട്ടെന്ന്. ആൻഡ് സ്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിവേഗത്തിൽ പാഞ്ഞു പോവുക. അതിനെയാണ് സ്വിഷ് എന്ന് പറയുന്നത്. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. അപ്പോൾ ബ്ലൂ വെയിലിൻ്റെ പിന്നാലെ ആരാണ്? ഫോളോഡ് എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുന്നേ കണ്ടു. ഫോളോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറകെ പോവുക. അപ്പോൾ ആരാ പുറകെ പോയത്? ഷാർക്ക് പുറകെ പോയി ബ്ലൂ വെയിലിൻ്റെ. നൗ ദർ ഇസ് എ ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? ആ ബ്ലൂ വെയിൽ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഐ വിൽ ഡ്രൈവ് ദം എവേ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബ്ലൂ വെയിലാണ് പറയുന്നത്, ഞാൻ അവരെ ഓടിക്കാം. അപ്പോൾ അതായിരിക്കാം ആൻസർ. ദാറ്റ് കുഡ് ബി ദ ആപ്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ പേടിപ്പിച്ച് ഓടിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? ദ ബ്ലൂ വെയിൽ ഡ്രോവ് ദ മെൻ എവേ. ഇതായിരിക്കാം. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിൽ, അപ്പോൾ ഈ ഒരു അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആ പിക്ചർ കാണാം. കണ്ട ഒരു ബോട്ടിൽ കുറേ മനുഷ്യർ വന്നിട്ട് കുറേ ചാക്കുകളുണ്ട് അവരുടെ കയ്യിൽ. അതിലൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. അവരത് കടലിലേക്ക് ഇടാൻ വേണ്ടി വന്നേക്കാണ്. ഇനി അടുത്ത പാരഗ്രാഫിൻ്റെ ടൈറ്റിലാണ് ഫൊഗീവ്നെസ്. ഫൊഗീവ്നെസ് എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. Now let's read the paragraph. The whale and the shark went near the boat. The shark beat the boat with his tail. The men in the boat trembled with fear. They cried for help. By this time, the princess and others reached there. I will crush them. The crab opened her claws. Please don't hurt us. We won't dump waste in the sea again, the men begged. You are polluting our sea. You are destroying our lives. Don't repeat it, warned Princess Julia, and let them go. Rays of the sun brighten the waves. So this is the paragraph. അപ്പോൾ forgiveness എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. The whale and the shark went near the boat. തിമിംഗലവും ഷാർക്കും എന്ത് ചെയ്തു? went എന്ന് പറഞ്ഞാൽ പോയി. എവിടേക്കാണ്? near the boat. ബോട്ടിൻ്റെ അരികിലേക്ക് പോയി. The shark beat the boat with his tail. ഷാർക്ക് എന്താ ചെയ്തത്? അവൻ്റെ ടെയിൽ എന്നുള്ളത് വാലാണെന്ന്
നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. ടെയിൽ മീനിൻ്റെ വാല്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് ബ്ലൂ വെയിലിനെയാണ്. പക്ഷെ അതിന് മുന്നേ ഷാർക്ക് എന്താ ചെയ്തതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അവൻ്റെ വാലുകൊണ്ട് ബോട്ടിനെ ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തല്ലുക. ദ മെൻ ഇൻ ദ ബോട്ട് ട്രെമ്പിൾ വിത്ത് ഫിയർ. അപ്പോൾ ആ ബോട്ടിലുള്ള മനുഷ്യരെന്ത് ചെയ്തു? ആ പിക്ചറിൽ കണ്ടില്ല, എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, മെൻ ഇൻ ദ ബോട്ട്, ബോട്ടിലുള്ള മനുഷ്യർ എന്ത് ചെയ്തു? ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയ്ക്കുക. നമ്മൾ പേടി കൊണ്ട് വിറയ്ക്കുന്ന ആ ഒരു വാക്ക്, അതാണ് ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ. ട്രെമ്പിൾഡ് വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? അതും പഠിപ്പിക്കുക. 3rd സ്റ്റാൻഡേർഡിലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വേർഡാണ് ഫിയർ എന്ന് പറഞ്ഞാൽ പേടി കൊണ്ട് വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ കരഞ്ഞു. ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിന് വേണ്ടി കരഞ്ഞു. കാരണം അവർക്കറിയാം അവരിപ്പോൾ ബോട്ട് മറിയും, താഴെ വീഴുമെന്നൊക്കെ ഉള്ളത്, വെള്ളത്തിൽ വീഴും എന്നൊക്കെ ഉള്ളത് അവർക്കറിയാം. സോ ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ബൈ ദിസ് ടൈം, അപ്പോൾ ഈ സമയം കൊണ്ട് എന്താ പറ്റിയത്? ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. പ്രിൻസസ് ജൂലിയ ഉണ്ടല്ലോ ബർത്ത്ഡേയുടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രിൻസസ് ജൂലിയയും ബാക്കിയുള്ള എല്ലാവരും, ആ ബർത്ത്ഡേ സെലിബ്രേഷന് വന്ന എല്ലാവരും, മറ്റുള്ളവരെല്ലാവരും അവിടെ വന്നു. അപ്പം ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പ്രിൻസസും അവരുടെ കൂടെ ആ ഒരു പ്രിൻസസ് ജൂലിയയുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവരും അവിടെ എത്തി. I will crush them. The crab opened her claws. അപ്പോൾ ഇതാരാ പറയുന്നത്? ഇതൊരു ഇൻവെർട്ട് കോമയിലാണ്. അപ്പോൾ ആരുടെയോ ഡയലോഗാണല്ലോ. ആരുടെ ഡയലോഗാണ്? ദ ക്രാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിപ്പിക്കാൻ. ഞണ്ടിനെയാണ് നമ്മൾ ക്രാബ് എന്ന് പറയുന്നത്. ഞണ്ടിൻ്റെ പിക്ചർ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, ഞണ്ടിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ദ ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട് എന്ത് ചെയ്തു? ഓപ്പൺഡ് ഹെർ ക്ലോസ്. അവൻ്റെ ആ ഒരു കാലുകളുണ്ടല്ലോ, ആ മനുഷ്യരെയൊക്കെ കാലുകൊണ്ട് ഇറുക്കാൻ കഴിയുന്നതാണ് ഞണ്ടിന്, അല്ലേ? അപ്പോൾ ഞണ്ട് അവൻ്റെ ആ ഒരു കാലുകളൊക്കെ തുറന്നു. അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയായിരിക്കാം തുറന്നത്. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ ക്രഷ് ദം. ഇപ്പം തന്നെ ഞാൻ ആ മനുഷ്യരെയൊക്കെ എൻ്റെ കാലുകൊണ്ട് ഇറുക്കി ഞാൻ ചതക്കും. ക്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചതയ്ക്കുക. അപ്പോൾ ഐ വിൽ ക്രഷ് ദം, ഞാൻ അവരെയൊക്കെ ഇപ്പം എൻ്റെ കാലുകൊണ്ട് പിടിച്ച് ഞെരുക്കും എന്ന് പറയാണ്. പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. അപ്പോൾ മനുഷ്യരെന്താണ്? അവർ പേടിച്ച് അവർ കരയാണ്. എന്നിട്ട് അവർ പറയാണ്, പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. പ്ലീസ്, ദയവായി ഞങ്ങളെ ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കല്ലേ. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. വി വോണ്ട്, ഇനി ഒരിക്കലും ഡംപ് വേസ്റ്റ് ഇടില്ല. എവിടെയാണ്? ഇൻ ദ സീ അഗെയിൻ, കടലിൽ വീണ്ടും ഇനി ഒരിക്കലും വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യില്ല. പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറയാണ്. ദ മെൻ ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞ് അപേക്ഷിച്ചു. ദ മെൻ ബെഗ്ഡ്, മനുഷ്യർ കരഞ്ഞ് അപേക്ഷിച്ചു, ആ ബോട്ടിലുണ്ടായിരുന്നവർ. അപ്പോൾ അടുത്തതൊരു ഡയലോഗാണ്. അതാരാ പറയുന്നത്? ജൂലിയ ആയിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ യു ആർ പൊല്യൂട്ടിങ് അവർ സീ, യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ജൂലിയ പറയാണ്, യു ആർ പൊല്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ ഈ കടലിനെ മലിനമാക്കുക, മോശമാക്കുക, ചീത്തയാക്കുക. ഞങ്ങളുടെ ഈ കടലിനെ നിങ്ങളാണ് പൊല്യൂട്ട് ചെയ്യുന്നത്. പൊല്യൂട്ട് എന്ന് പറയുന്ന വേർഡ് പഠിപ്പിക്കുക. പൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മലിനമാക്കുക, മോശമാക്കുക, ചീത്തയാക്കുക, അഴുക്ക് നിറഞ്ഞതാക്കുക. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്. നിങ്ങളാണ് ഞങ്ങളുടെ ലൈവ്സ് എന്ന് പറഞ്ഞാൽ ജീവിതം ഡിസ്ട്രോയ് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. ഡിസ്ട്രോയ് എന്നുള്ള വേർഡ് പഠിപ്പിക്കുക. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കരുത്. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. അപ്പോൾ ഡോണ്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുകയരുത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ടീച്ചേഴ്സ് എന്ത് പറയും? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കരുത്, അല്ലേ? അപ്പോൾ അതാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വോണ്ട് പ്രിൻസസ് ജൂലിയ. വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു എന്നല്ല, ഇവിടെ ഒരു താക്കീത് കൊടുത്തു. ഇനി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നുള്ളത് നമ്മളിങ്ങനെ തറപ്പിച്ച് പറയില്ല, അതിനെയാണ് വോണ്ട് എന്ന് പറയുന്നത്. വോണ്ട് പ്രിൻസസ് ജൂലിയ പറഞ്ഞു. ആൻഡ് ലെറ്റ് ദം ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് ദം, അവരെ പോകാൻ അനുവദിച്ചു. ലെറ്റ് ദം ഗോ, ആരെയാണ്? മനുഷ്യരെയാണ്. ആ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടി വന്ന മനുഷ്യരെ പോകാൻ അനുവദിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻ ദ വേവ്സ്. റേസ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രശ്മികൾ. റേസ് എന്ന് പറഞ്ഞാൽ രശ്മികൾ. സൂര്യൻ്റെ രശ്മികൾ എന്ത് ചെയ്തു? ബ്രൈറ്റൻ ദ വേവ്സ്, ആ തിരമാലകളെ കുറച്ചുകൂടി
തിളക്കമുള്ളതാക്കി. ബ്രൈറ്റൻ ചെയ്യാന്ന് പറഞ്ഞാൽ തിളക്കമുള്ളതാക്കുക. അപ്പോൾ നോക്കിയേ, ഇവിടെ വരുന്നത് ഈ ഒരു പാഠത്തിൽ വരുന്നത് ഫൊഗീവ്നെസ് എന്നുള്ളതല്ലേ ടൈറ്റില്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ആ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും ഫൊഗീവ് ചെയ്തു അല്ലേ, ക്ഷമിച്ചു. ആരോടാ ക്ഷമിച്ചത്? ആ വേസ്റ്റ് ഡംപ് ചെയ്ത മനുഷ്യരോടൊക്കെ ക്ഷമിച്ചു. ക്ഷമിച്ചപ്പോൾ എന്താ പറ്റിയത്? അവിടെ സണ്ണ് കൂടുതൽ ബ്രൈറ്റൻഡായി, അവരുടെ ആ വേവ്സ് കുറച്ചും കൂടി ബ്രൈറ്റൻഡായി. ആ സമുദ്രം അല്ലെങ്കിൽ ആ കടലിൽ സൂര്യൻ്റെ ആ ഒരു പ്രകാശം കുറച്ചും കൂടി വെട്ടിത്തിളങ്ങി. സോ ദിസ് ഈസ് ദി സ്റ്റോറി. ഇത്രയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ കുറച്ച് അൺഫെമിലിയർ വൊക്കാബുലറി ഇതിൽ കൂടുതലുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുക. സോ ലെറ്റ് ദം ലേൺ ആൻഡ് ഇംപ്രൂവ് ദെയർ വൊക്കാബുലറി. അപ്പോൾ ഇതാണ്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സീനും കൂടിയുണ്ട്, ആ ഒരു പിക്ചറും കൂടി കണ്ട് മനസ്സിലാക്കുക. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ആക്ടിവിറ്റി. അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ കൊടുത്തേക്കുന്നത് കുറച്ച് ആക്ടിവിറ്റിയാണ്. ഇത്രയാണ് ഇതിൻ്റെ മീനിങ്സ് കൊടുത്തേക്കുന്നത്. വേൾഡ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയിട്ട് പോവാം. വേൾഡ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ലോകം. ഇപ്പോൾ പുതിയ കുറേ വാക്കുകളാണ് കേട്ടോ. ഇപ്പോൾ ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഫ്രാഗ്രൻറ്റ് ഫ്ലവർ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഗ്ലിൻറ്റിംഗ് ലൈറ്റ്, ഗ്രൈൻഡിങ് ടീത്ത്. ഫ്രാഗ്രൻറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള പുഷ്പം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്. ഗ്ലിൻറ്റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ വിശേഷിപ്പിക്കുകയാണ്. ഗ്ലിൻറ്റിംഗ്, തിളങ്ങുന്ന വെളിച്ചം. ഗ്രിൻഡിങ് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ കടിച്ചു പിടിച്ചേക്കുന്ന പല്ലുകൾ. ദേഷ്യം വരുമ്പോൾ നമ്മൾ കണ്ടില്ല, ഇവിടെ രണ്ടുപേര് തമ്മിൽ തർക്കിക്കുകയാണ്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് പല്ലിങ്ങനെ കടിച്ചു പിടിച്ചേക്കാണ്. കടിച്ചു പിടിച്ചേക്കുന്ന പല്ലുകൾ. പിന്നെ ജിംഗ്ലിംഗ് ബെൽസ്. ബെൽസ് എങ്ങനെയാണ്? കിലുങ്ങുന്ന ബെല്ലുകൾ. മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറയുന്നത് മത്സ്യകന്യക. ഇതാണ് മത്സ്യകന്യകയുടെ ഒരു ചെറിയൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ അല്ലേ. ബോഡി ഒരു ഹ്യൂമൻ്റെ പോലെയും ബാക്കി ഭാഗം ഒരു മത്സ്യത്തെ പോലെയും അല്ലേ. ഹാഫ് ഹ്യൂമൻ ആൻഡ് ഹാഫ് ഫിഷ്. അതാണ് മെർമെയ്ഡ് എന്ന് പറയുന്നത്. സിപ്പിംഗ്. സിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഇങ്ങനെ കുടിക്കുക, വലിച്ചു കുടിക്കുക. അതിനെയാണ് സിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വർക്കൊക്കെ നമ്മൾ കുട്ടികളെ ഒന്ന് ഫെമിലിയർ ആക്കുക. ഇനിയുള്ളത് ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് പോയിൻറ്റഡ് നെയിൽസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇവിടെ ഞണ്ടിൻ്റെ ക്ലോസ് അല്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ആ ഒരു കാലുകളുണ്ടല്ലോ, ഷാർപ്പ് പോയിൻറ്റഡ്, വളരെ കൂർത്ത നഖത്തോടു കൂടിയ ആനിമൽസിൻ്റെയൊക്കെ ആ വിരലുകളെയൊക്കെയാണ്, അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ വിരലുകളെയൊക്കെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഫാർ ഡൗൺ, വളരെ ആഴമുള്ള. അപ്പോൾ സീ എന്ന് പറയുന്നത് ഇവിടെ ഡീപ്പ് സീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആഴമുള്ള സീ ആണ്. ഡെലീഷ്യസ്. ഡെലീഷ്യസ് ഫുഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയും. വെരി ടേസ്റ്റി, വളരെ രുചികരമായിട്ടുള്ള എന്നുള്ളൊരർത്ഥമാണ് ഡെലീഷ്യസ്. ഡ്രൈവ് അവേ എന്ന് പറഞ്ഞാൽ എന്താ? ഓടിച്ചു കളയുക അല്ലേ. ഇപ്പോൾ ഷാർക്ക് പറയുന്നുണ്ട് ഞാൻ ഇവരെയൊക്കെ ഇപ്പോൾ ഓടിക്കാം, അല്ലെങ്കിൽ തിമിംഗലം പറയുന്നുണ്ട് ഞാൻ അവരെയൊക്കെ ഇപ്പോൾ ഓടിച്ചു കളയാമെന്ന് പറയുന്നുണ്ട് മനുഷ്യരെയൊക്കെ. ഇപ്പോൾ ഡ്രൈവ് അവേ എന്ന് പറഞ്ഞാൽ മേക്ക് സമ്മൺ ഓർ സംതിങ് ഗോ അവേ, ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഓടിച്ച് മാറ്റുക. ഡംപ് എന്ന് പറഞ്ഞാൽ ടു പുട്ട്, ഇടുക, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടുക, എന്തെങ്കിലും വസ്തുക്കൾ ഇടുക, ഇടുന്നതിനെയാണ് ഇവിടെ വേസ്റ്റ് ഇടുന്നതിനെയാണ് ഡംപിങ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ടു മൂവ് ഓൺ വാട്ടർ വിത്തൗട്ട് ഡ്രൗണിങ്. ഒരു വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. വെള്ളം ചലിക്കുന്നതിനോടൊപ്പം ആ വസ്തുവും ചലിക്കും, എന്നാൽ അത് മുങ്ങിപ്പോവില്ല. വെള്ളത്തിന് മീതെ ഇങ്ങനെ കിടക്കുന്നതിനെയാണ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി ഫ്രാഗ്രൻറ്റ്. ഫ്രാഗ്രൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു, ഹാവിങ് സ്വീറ്റ് സ്മെൽ, വളരെ എന്താണ്, നല്ല സുഗന്ധമുള്ളത് എന്നുള്ളൊരർത്ഥമാണ് ഫ്രാഗ്രൻറ്റ്. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ, നന്ദിയുള്ളത്, നന്ദിയുള്ള എന്നുള്ളത്. ഗ്ലിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, സ്പാർക്ലിംഗ് ഓഫ് ലൈറ്റ്. ഇനി ഗൾപ്പ്. ഗൾപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് വിഴുങ്ങുക, ടു സ്വോളോ ക്വിക്ക്ലി. എന്തെങ്കിലും പെട്ടെന്ന് ടേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ചവയ്ക്കാതെ വിഴുങ്ങുന്നതിനെയാണ് നമ്മൾ ഗൾപ്പ് എന്ന് പറയുന്നത്. ഇനി ജിങ്കിൾ. ജിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലുങ്ങുക, ടു മേക്ക് ലൈറ്റ് റിങ്ങിങ് സൗണ്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ബെൽസ്. ബെല്ലടിക്കുന്നത് പോലെ കിലുങ്ങുന്ന സൗണ്ട്, അതിനെയാണ് ജിങ്കിൾ എന്ന് പറയുന്നത്. ഇനി സ്വിഷ്. സ്വിഷ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പാഞ്ഞു പോവുക, ഇവിടുത്തെ സ്വൂഷിങ് സൗണ്ട്, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് പാഞ്ഞു പോകുന്നതിനെയാണ് അല്ലെ ബ്ലൂ വെയിൽ സ്വിഷ്
ത്രൂ വാട്ടർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വിഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പാഞ്ഞു പോവുക. ദെൻ ദ വേർഡ് ഇസ് ട്രെമ്പിൾ. ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയ്ക്കുക. ടു ഷേക്ക് വിത്ത് ഫിയർ, ഭയം കൊണ്ട് വിറയ്ക്കുന്നു, അതിനെയാണ്. ട്രിക്കിൾ. ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം, ഒരു ചെറിയ അരുവിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുക, അതിനെയാണ് ട്രിക്കിൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പുതിയ വൊക്കാബുലറി. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റിയാണ്. ഈ ലെസണിൽ നമുക്കറിയാം ഏകദേശം ഒരു 15 ആക്ടിവിറ്റിയാണോ ഉള്ളത്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.